ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഊട്ടിയിൽ നിന്ന് ആട്ടുംകാലി കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്, വെജിറ്റേറിയൻ ആട്ടുംകാലി കിഴങ്ങ്. അതുകൊണ്ട് സൂപ്പ് തയ്യാറാക്കാനാണ് പോണത്. ഈ സൂപ്പ് 3000-ൽ പരം രോഗങ്ങൾക്ക് ശമനം കിട്ടുന്നതാണ് ഗൂഗിളിലൊക്കെ പറയുന്നത്. അതിൽ സത്യം എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് കിട്ടിയ കിഴങ്ങാണ്. അപ്പൊ അത് നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോകുകയാണ്. എല്ലാവരും വീഡിയോ കാണുക. ഈ കിഴങ്ങിന് എന്താ പേര്? ഇത് മുടവെട്ട് കിഴങ്ങ്. മുടവെട്ട് കിഴങ്ങ് അല്ലേ? മുടവെട്ട് കിഴങ്ങ്, പാറക്കിഴങ്ങ്. ഓ, പാറിന്റെ അടിയിൽ നിന്ന് എടുക്കുന്ന കിട്ടുക. ഓ, കാട്ടിന്റെ ഉള്ളില്. സൂപ്പുണ്ടാക്കാനുള്ള സാധനങ്ങളാണ് ആട്ടുംകാലി കിഴങ്ങ്, പെരിഞ്ജീരകം, ജീരകം, കുരുമുളക്, 2 പട്ട, 6 കറാമ്പു, ഗരം മസാല, മഞ്ഞപ്പൊടി, കുറച്ച് മല്ലിയില, 1 തക്കാളി, 2 മുളക്, 10 ചെറിയുള്ളി, 1 ഇഞ്ച് ഇഞ്ചി, 6 വെളുത്തുള്ളി, പിന്നെ കോൺഫ്ലവർ 1-2 ടീസ്പൂണ്, അല്ലെങ്കിൽ സൂപ്പിന്റെ പൊടിയായാലും മതി. ഓക്കെ, നീ മുറിക്ക്. ചരണ്ട് കൂട്ടാ, കിഴങ്ങ് ചരണ്ട് കൂട്ടാ. ആട്ടുകാരി കിഴങ്ങാണത്. ചരണ്ട് നന്നായി ചരണ്ടി എടുക്കും ശരിക്കുട്ടാ. അപ്പൊ ആട്ടുംകാലി കിഴങ്ങ് ഇതാ ചരണ്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ആവശ്യമുള്ളത് ഒരാൾക്ക് 1/2 ഇഞ്ച് നീളം. ഇപ്പൊ നമ്മ 5 ആൾ കഴിക്കുന്നതുകൊണ്ട് 2.5 ഇഞ്ച് നീളം. ഈ നീളം നമുക്ക് ആവശ്യമുള്ളൂ, 2.5 ഇഞ്ച് നീളം. ഇത്ര നീളം അതാണ് ഇവിടെ മുറിച്ചെടുക്കുന്നത്. ഇതാ 5 ആൾക്ക് കഴിക്കാൻ ഇത്രേ പറ്റുള്ളൂ. ഇത് നിറയെ കിട്ടുന്ന പറഞ്ഞിട്ട് ചക്രവള്ളിക്കിഴങ്ങ്, അതേമാതിരി കപ്പയൊക്കെ പുഴുങ്ങി തിന്നുന്ന മാതിരി തിന്നാൻ പറ്റില്ല. ഇത് മരുന്നാണ്. ഒരാൾക്ക് 1/2 ഇഞ്ച് നീളം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് വലിയ സൈഡ് എഫക്റ്റും ഇതൊക്കെ ഉണ്ടെന്നൊന്നും ഇല്ല. ഇതിനെപ്പറ്റി നല്ല അഭിപ്രായം കിഴങ്ങിനെ പറ്റിയുള്ളത്. പക്ഷെ ഛർദി, ജലദോഷം, വയറുവേദന, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും അധികം കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് 1/2 ഇഞ്ചാണ് ഒരാൾ കഴിക്കേണ്ടത്. അതിനുള്ളത് നമുക്ക് ആവശ്യമുള്ളത്. ഇതാണ് 5 ആൾക്കുള്ളത് നമ്മൾ എടുക്കുന്നത്. ഇനി ചുരണ്ടിയ സാധനത്തിന് നമ്മൾ ഒരു തുണി കെട്ടുക. തുണി കെട്ടിട്ട് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചിട്ട് നമ്മ കുളിച്ചു കഴിഞ്ഞാൽ ത്വക്ക് സംബന്ധമായ പല അലർജി, ത്വക്ക് സംബന്ധമായ പല രോഗങ്ങൾക്കും ഗുണമുണ്ടെന്നാണ് ഈ തൊലിനെ പറ്റി പറയുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ തൊലി മാറ്റി വെക്കുകയാണ്. ഒരു തുണി കെട്ടിയ ശേഷം വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് കുളിക്കുക. ഇതെല്ലാം കൂടി മിക്സിയിലിട്ട് നമുക്ക് അരച്ചെടുക്കാം. നല്ലെണ്ണ ഒഴിച്ച് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചോ. ടകറാവൂട് അരച്ച സാധനം ഇച്ചിരി കൂട്ടാ. താളിക്കാം. 1.5 ലിറ്റർ വെള്ളം. മതി. ഹിന്ദിയിൽ ഈ കിഴങ്ങിന് അശ്വഗാധി പറയും, തമിഴിൽ മുടുവൻ കിഴങ്ങ് പറയും. അത് പറഞ്ഞാൽ ആട്ടിൻ്റെ കാല് ഒടിഞ്ഞ ഷേപ്പിലായതുകൊണ്ടും ഒടിഞ്ഞ കാലിനെ നൂർത്താൻ പറ്റുന്നതുകൊണ്ടും മുടുവൻ കിഴങ്ങ് പറയും. പിന്നെ ഇംഗ്ലീഷുള്ള പേര് ഞാൻ അവിടെ എഴുതി വെക്കാം. പിന്നെ മങ്കി ജിഞ്ചർ പറയും. അത് പറഞ്ഞാൽ ഈ കുരങ്ങുകളൊക്കെ ഇത് ജിഞ്ചർമാരി തിന്നും. ഈ കിഴങ്ങിൻ്റെ രൂപം അതേമാതിരിയാണ്. ഉള്ളിലുള്ള നമ്മൾ ചുരണ്ടിക്കഴിഞ്ഞ ഉള്ളിലൊക്കെ ഇഞ്ചി മാതിരിയാണ്. കുറച്ച് നാരും ഉണ്ടാവും. ഈ കിഴങ്ങിൽ ഇങ്ങനെ രോമം ഉണ്ടാവും, ആട്ടിൻ്റെ കാലിലൊക്കെ രോമമുള്ള മാതിരി. അതുകൊണ്ടാണ് ഇതിനെ ആട്ടുംകാലി കിഴങ്ങ് എന്നൊക്കെ അങ്ങനെ പേര് വരാൻ കാരണം. ഇത് ഒരു 15,000 അടി ഉയരമുള്ള സമുദ്രനിരപ്പിൽ 15,000 അടി ഉയരമുള്ള മലനിരകളിൽ 15 ഡിഗ്രി സെൻറ്റിഗ്രേഡ് താപനിലയൊക്കെ ഉള്ളവിടെയാണ് ഇത് ഉണ്ടാകുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ കിഴങ്ങ് അധികം ഉള്ളത് തമിഴ്നാട്ടിൽ കൊള്ളിമല, അതേമാതിരി ഊട്ടിയിലുണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ നിന്നാണ് വാങ്ങിയത്. പിന്നെ കൊടൈക്കനാലുണ്ട്. കൊടൈക്കനാലുള്ളതൊക്കെ ഈ ചെടി മരത്തിൽ നിന്നുണ്ടാകുന്നതാണ്. മരത്തിൽ ഇത്തിക്കണ്ണി മാതിരി ഒട്ടിപ്പിടിച്ചിട്ട് ഇത് വളരും. ഇത്തിക്കണ്ണി ഒട്ടിപ്പിടിച്ച മാതിരി അങ്ങനെയാണ് ഇവിടെയൊക്കെ ഉണ്ടാകുന്നത്. കൊടൈക്കനാലൊക്കെ, ഊട്ടിയിലും കൊള്ളിമലയിലൊക്കെ പാറിൻ്റെ ഇടുക്കിൽ കല്ലുകളിൻ്റെ അടിയിലാണ് ഇത് വളരുക. അതിലുള്ള മിനറൽസുകളൊക്കെ വലിച്ചെടുത്തിട്ട്. അപ്പോൾ ഓരോരോ സ്ഥലത്തിലെ കിഴങ്ങിനും ഗുണങ്ങളും ചില വ്യത്യാസങ്ങളുണ്ടാവും. ഇത് തിളച്ച് വരുന്നുണ്ട്. ഒരു 5 മിനിറ്റ് നേരമൊക്കെ തിളച്ചാൽ മതി. നമ്മൾ രസമൊക്കെ തിളയ്ക്കണ മാതിരി അത്രേ വേവ് വേണ്ടുള്ളൂ ഇതിന്. ഇതിൻ്റെ പ്രത്യേക ഗുണം പറയുന്നത്
ഈ ചിലവർക്ക് ആമവാദമൊക്കെ വരും. ആമവാദം വന്നിട്ട് ഈ കാലിൻ്റെ ജോയിന്റ്, അതേമാതിരി കൈകളിൻ്റെ ഈ ജോയിന്റിൽ നീരുകൾ വരിക, വേദന വരിക, എല്ലാ ജോയിന്റുകളിലും കാലും കയ്യിലും നീരുകൾ വരിക, വേദന വരിക, അതിന് നല്ലതാണ്. ആമവാദം എന്നൊക്കെ പറയും, അതിന് നല്ലതാണ്. പിന്നെ എല്ലിൻ്റെ ഉള്ളിലെ മജ്ജ, എല്ല്, ഇതിൻ്റെ ഡെൻസിറ്റി കുറയും, സാന്ദ്രത കുറയും. അപ്പോഴും പല മുട്ടുവേദന, ഇടുപ്പ് വേദന, ജോയിന്റ് വേദനകൾ ഇതൊക്കെ വരും, ഇടുപ്പ് വേദനകളൊക്കെ. അതിനും നല്ലതാണെന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഇത് കൂട്ടും, ഈ എല്ലിൻ്റെ ഉള്ളിൽ ഉള്ളത്. പിന്നെ ക്യാൻസറിന് നല്ലതാണ് പറയുന്നുണ്ട്, കിഡ്നിക്ക് നല്ലതാണ് പറയുന്നുണ്ട്. കുടലിൽ ചിലവർക്ക് അൾസറൊക്കെ വരും, അതിനും നല്ലതാണ്. നല്ല ബാക്ടീരിയകൾ ഉണ്ടാകും ഉള്ളിൽ, വൈറസ്, അതേമാതിരി അൾസറിൻ്റെ വേദനകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന പറഞ്ഞ്. കിഡ്നിക്ക് നല്ലതാണ് പറയുന്നുണ്ട്, ക്യാൻസറിന് നല്ലതാണ് പറയുന്നുണ്ട്. അങ്ങനെ 3000-ൽ പരം രോഗങ്ങൾക്ക് നല്ലതാണെന്ന് ഗൂഗിളൊക്കെ പറയുന്നുണ്ട്. തമിഴ്നാട്ടിലിത് നല്ല രീതിയിൽ ഇത് കഴിക്കുന്നുണ്ട്, നല്ല ഗുണമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. കേരളത്തിൽ ഈ സാധനം കിട്ടും, പക്ഷെ കേരളത്തിലൊന്നും ഇത് കാര്യമായിട്ട് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ ഊട്ടി പോയപ്പോൾ എല്ലാ ഭാഗത്തും വിൽക്കുന്നുണ്ട്, മേട്ടുപ്പാളയം, ഊട്ടി, തമിഴ്നാടൊക്കെ നിറയെ വിൽക്കുന്നുണ്ട്, അവിടെ ഉപയോഗിക്കണമുണ്ട് ഇത്. അപ്പം ഞങ്ങളും ഇത് കണ്ടപ്പോൾ വാങ്ങിയാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് നല്ല മരുന്നാണെന്നൊക്കെ. നമ്മളും ഒരു 10-20 ദിവസം കഴിച്ചു നോക്കട്ടെ, എന്ത് ഗുണമുണ്ടാകുന്ന അനുഭവം നമ്മൾ അതിന് പിന്നെ പറയാം. പിന്നെ ഇത് ഒരു 1/2 ഇഞ്ചാണ് ഒരാൾക്ക് വേണ്ടുള്ളൂ. അപ്പോൾ ഇത് ഉണക്കിയിട്ട് ഉപയോഗിക്കാം. ഈ കിഴങ്ങ് വാങ്ങിയിട്ട് ഉണക്കിയ ശേഷം ഒരു സ്പൂണ് നമ്മൾ സൂപ്പ് ഉണ്ടാക്കുന്നതിൽ ഇട്ടാൽ മതി. സൂപ്പിൻ്റെ എല്ലാ ഐറ്റവും ഇല്ലെങ്കിൽ നമുക്ക് സൂപ്പ് പൊടി കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും, അതും ഇതിൻ്റെ പൊടിയും ഇട്ടിട്ട് ഉണ്ടാക്കിയാലും മതി. വളരെ നല്ല ഗുണമുള്ള സാധനമാണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും എവിടെ നിന്നാണെങ്കിലും കണ്ടാൽ ഇത് വാങ്ങി ഇതുമാതിരി ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ശരീരത്തിൽ നല്ല സെല്ലുകളുണ്ട്, അതേമാതിരി മോശം സെല്ലുകളുണ്ട്. ഈ 2 സെല്ലും കൂടിയിട്ട് യുദ്ധം ചെയ്യുമ്പോൾ ഒരു അഴുക്കവിടെ രൂപാന്തരപ്പെടും, ഒരു വേസ്റ്റ്, ഓക്സിഡേറ്റീവ് സെല്ല് പറയും. അപ്പോൾ ആ സ്ട്രെസ്സിനും നല്ലതാണ് ഇത്. അങ്ങനെ നമുക്ക് പിന്നെ മൂത്രത്തിൽ പഴുപ്പ്, തൊണ്ടയിൽ പഴുപ്പ്, അങ്ങനെയുള്ള പല ഇതും വരും. അതിന് പിന്നെ ഷുഗറുള്ളവർക്ക് കാലും മുട്ടുവേദന വരും, അതിനൊക്കെ നല്ലതാണെന്നാണ് ഇത് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇത് ഒരുപാട് ആളുകൾ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. നമുക്കിത് ശ്രമിച്ചു നോക്കുക, കഴിച്ചു നോക്കുക. എന്തെങ്കിലും കുറച്ച് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകുമല്ലോ. ഇത് വലിയ ചിലവൊന്നും ഇല്ലല്ലോ, ഉണ്ടാക്കാനും സിമ്പിളാണ്. കുറച്ച് ഇത്ര നേരത്തിൽ കിഴങ്ങ് ഉണ്ടെങ്കിൽ ഇടണം, പൊടി ഉണ്ടെങ്കിൽ അത് ഇടണം, അല്ലെങ്കിൽ സൂപ്പ് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ടാലും മതി. അതിൽ കിഴങ്ങിട്ടും കൊണ്ട് ഒന്ന് ഇളക്കി തിളപ്പി ഒരു 5 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. എന്നിട്ട് അരിച്ചിട്ട് നമ്മുടെ കുറച്ച് ഉപ്പും കുറച്ച് പുതിന ഇട്ട ശേഷം കുടിക്കുക, അത്ര തന്നെ. ഉപ്പിട് ശിക്കുട്ട, ഉപ്പിട് ശിക്കുട്ട. സിജു ഇളക്ക്, നന്നായി ഇളക്ക് കൂട്ടാ. സിജു നന്നായി ഇളക്കുണ്ട്, നല്ല മണമൊക്കെ ഉണ്ട്, പ്രത്യേക മണമാണ്, ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഇതെന്താണ് ശരിക്കുട്ടി ഉണ്ടാക്കണത്? എന്താ ഉണ്ടാക്കണത്? സൂപ്പ്. സൂപ്പ്. സിജു ഇവിടെ നിൽക്ക്. സിജു എന്താ ഉണ്ടാക്കണത്? സൂപ്പ്. സിജു ഇളക്ക്, നന്നായി ഇളക്ക്. മണം നോക്കി നല്ല ഇഷ്ടപ്പെട്ടു. ആണോ സിജുവിന്? നല്ല ഇഷ്ടപ്പെട്ടു. മല്ലിയല, കുറച്ച് മല്ലിയല ഇട്. എടുത്ത് സൂപ്പിൽ മല്ലിയല ഇട് ചേർക്ക് സിജുക്കുട്ട. ഇതിൽ നാരക്കുള്ളത് കൊണ്ട് അരിച്ചെടുത്ത ശേഷം വേണം നമ്മൾ ഇത് കുടിക്കാൻ. അരിച്ചെടുത്ത ശേഷം കുറച്ച് മല്ലിയല ഇട്ട് നമുക്ക് കുടിക്കാം. അപ്പം സൂപ്പ് റെഡിയായി, നമുക്കിനി കുടിക്കാട്ടെ സിജുക്കുട്ട. സിജു കുടിക്കാൻ കൂടി ചൂടുണ്ട്, കുടിച്ചോ? ചൂടുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ചൂടുണ്ട്. സിജുവിൻ്റെ തടിയൊക്കെ കുറയും എന്നത് കുടിച്ചു കഴിക്കാം. സൂപ്പ് സൂപ്പറായിട്ടുണ്ട്. ഇനി മുട്ടുംകാലും കൂടി ഒന്ന് വേദന മാറണം. ഇപ്പൊ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. താങ്ക് യു. ചിജു ടാറ്റ പറയ്. ടാറ്റ പറ. കൈ ഇങ്ങനെ ആക്കിയിട്ട് പറ. പറ, ഒന്നും കൂടി. ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഇത് ചെയ്യണത്. എന്നാലും കുറ്റം പറയേണ്ട, രോഗം മാറിയില്ല. ഈ നിറയെ യൂട്യൂബിലും എല്ലാം നിറയെ ആളുകൾ തമിഴിലും ഹിന്ദിയിലൊക്കെ നിറയെ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി സൂക്കടൊക്കെ 10 ദിവസം കഴിഞ്ഞ് മാറിയാലേ ഇനി അറിയുള്ളൂ. അങ്ങനെ കുറവുണ്ടെങ്കിൽ ഞാൻ പ്രത്യേകം ഏതെങ്കിലും വീഡിയോയിലൂടെ പറയുന്നതാണ് ഇടയ്ക്ക്. സിജു എൻ്റെ തട്ടിപ്പിടിക്ക്.
അതാ തിരുക്കുട്ടാ മാമാനെ തട്ടി പിടിക്കും കണ്ടില്ല അവന്. ചിജുവിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ശരി കുടിച്ചോ. അപ്പൊ ഈ കിഴങ്ങ് കിട്ടിയ എല്ലാവരും വാങ്ങിയിട്ട് ഇതുമാതിരി സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിക്കുക. ഈ കിഴങ്ങിന് വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല. ഉള്ളത് കൂടുതൽ കഴിക്കാൻ പറ്റില്ല. അധികമായാൽ അമൃതം വിഷം പറയും എന്ന മാതിരി അധികം കഴിക്കാൻ പറ്റില്ല. മരച്ചീനെ കഴിക്കണ മാതിരി വാരി വലിച്ച് കഴിക്കാൻ പറ്റില്ല. ഒരാൾക്ക് 1/2 ഇഞ്ച് പീസ് സൂപ്പ് വെച്ച് കഴിക്കുകയാണെങ്കിലും. അപ്പോൾ ഇത് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറുന്ന പറയുന്നത്. ഈ മുട്ടുംകാല് ഷുഗർ ഉള്ളവർക്ക് മുട്ടുംകാലൊക്കെ വേദനയുള്ളവർക്കൊക്കെ 5 ദിവസം കൊണ്ടൊക്കെ വ്യത്യാസം കണ്ടെന്നൊക്കെ പറയുന്നത്. ഇനിയിപ്പോൾ നമുക്കിതൊക്കെ ഒന്ന് എന്താകുന്നു കണ്ടു നോക്കാം. ഈ കിഴങ്ങിൻ്റെ വില പല സ്ഥലത്തും പല വിലയ്ക്കാണ് വിൽക്കുന്നത്. ഊട്ടിയിലുള്ള വില 300 രൂപയാണ്. ഊട്ടിയിൽ വരുന്ന വഴിയിൽ ഇങ്ങനെ ഉന്തുവണ്ടിയിലൊക്കെ വെക്കുന്നുണ്ട്, അവിടെ 200. പിന്നെ മേട്ടുപ്പാളയത്ത് നല്ല താഴത്ത് 300 രൂപ, കോയമ്പത്തൂർ 500. അങ്ങനെ പലവിടെയും പല വിലയ്ക്കാണ് വെക്കുന്നത്. ഞങ്ങൾ വാങ്ങിയ വില ഊട്ടിയിൽ നിന്ന് 300 രൂപയ്ക്ക് വാങ്ങി, വരുന്ന വഴിയിൽ നിന്ന് 200 രൂപയായിട്ട് വാങ്ങി. അങ്ങനെ 2 കിലോനാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത്. കഴിക്കുന്നവരൊരു 10-20 ദിവസമെങ്കിലും തുടർന്ന് കഴിക്കണം. എന്നാലാണ് എന്തെങ്കിലും ഒരു വ്യത്യാസങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ. സാധനം കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഈ കുരുമുളകും അതിൻ്റെ എരിവും അതിൻ്റെ മണങ്ങൾ. ഇതിന് പ്രത്യേകിച്ച് മണങ്ങളൊന്നുമില്ല. ഈ കിഴങ്ങിന് പ്രത്യേകിച്ച് മണമൊന്നുമില്ല. നമ്മളിടുന്ന ബാക്കി സാധനങ്ങൾക്കാണ് മണമുള്ളത്. ചിജുവിന് നല്ല ഇഷ്ടമാണ്. ചിജുവിന് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കഞ്ഞി കുടിക്കണം, വയ്യ കുടിക്കണം സൂപ്പ്. ജലദോഷമൊക്കെ ഉണ്ടെങ്കിലേ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ പറക്കും. അതാണ്